അവൾക്ക് ഒരാളെ ഒതുങ്ങാൻ അവൾക്ക് പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളതാ. കാരണം ഞാൻ കല്യാണം നിക്കാഹ് കഴിക്കണതിന് മുൻപ് ഞാൻ വിചാരിച്ചിരുന്നത് ഇവൾക്ക് ഈ തൊപ്പി അവന് പിന്നെ നബ്രാസ് മാത്രം ഇവിടെ റിലേഷനായിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്നാ. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഫസ്റ്റ് ഒരു ക്രിസ്ത്യൻ ചെക്കൻ, അത് കഴിഞ്ഞിട്ട് നബ്രാസ്, അത് കഴിഞ്ഞിട്ട് വേറൊരാളായിട്ട് വീട്ടിലൊക്കെ ഒരു കല്യാണ രൂപത്തിൽ ഉറപ്പിച്ചിട്ടിരുന്നു. ആളെ പേര് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് വലിച്ചിടണില്ല, അവരുടെ ഫാമിലിയുള്ള ഒരാൾ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ചെക്കനായിട്ട് ഇതൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രം വിവാഹത്തിലേക്ക് കടന്നാൽ മതിയായിരുന്നില്ലേ സുഹൃത്തെ? അങ്ങനെ ഈ രീതിക്ക് അന്വേഷിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ ഈ ഗതികേട് വരില്ലായിരുന്നല്ലോ. പ്രേമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിക്കേണ്ട കാര്യമൊന്നുമല്ല. അതിന് അതിൻ്റേതായ പവിത്രത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാവരുടെ അടുത്ത് അങ്ങ് പോയിട്ട് ഷെയർ ചെയ്യാനും പറ്റുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ആൾക്കാരെ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് തൊപ്പിയായിട്ടുള്ളത്. കാരണം തൊപ്പി അത്രയ്ക്ക് കെയറായിട്ടായിരുന്നു ഉള്ളത്. തൊപ്പി ഇപ്പോൾ പോലും ഇത്ര വിഷയങ്ങളൊക്കെ നടന്നിട്ട് പോലും ഫാസിമിനെ കുറിച്ച് എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട്. പുള്ളി അതിൻ്റെ ഒരു വാക്ക് പോലും മോശം പറഞ്ഞിട്ടില്ല. ആ തൊപ്പിയുടെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ്റെ ലൈവിൽ അവൻ പറയുന്നത് തന്നെ എനിക്ക് കിക്കിലെ കോൺട്രാക്ട് കിട്ടിയത്, അത് കിക്ക് എന്ന ആപ്പ് അറിയാലോ. പുള്ളി പറഞ്ഞാൽ എനിക്ക് ലക്ഷങ്ങൾ കിട്ടണമെന്നാണ്. ആപ്പിൽ കോൺട്രാക്ട് കിട്ടുന്നത് ഫസീന കാരനാണ്. ഫസീന ഉള്ള സമയത്തൊക്കെയാണ് എനിക്ക് നല്ല പീക്കിലായിരുന്നത്. അത് നന്ദിയോടെയും ഒരു സ്നേഹത്തോടൊക്കെ തന്നെ. ഇപ്പോഴും അവന് സ്നേഹമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നല്ല ഒരു ആളെ കളഞ്ഞിട്ടാണ് ഇവന്മാരോടൊക്കെ കൂടെ പോയത്. അപ്പം അത്ര ശുദ്ധഹൃദയമാണ്. കാര്യം പറഞ്ഞാൽ തൊപ്പീനൊക്കെ തെറിവിളി ഇപ്പോൾ പുള്ളി നല്ല രീതിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. തെറിവിളിക്കാണെങ്കിൽ അവനുള്ളതുകൊണ്ട് ഒരു നന്മയുള്ള ഒരുത്തനായിരുന്നു. ഇപ്പോൾ സ്നേഹിച്ചതിൽ ഏറ്റവും കൊള്ളാവുന്ന ഒരുത്തനായിട്ട് തോന്നിയത് എനിക്ക് തൊപ്പീനെ മാത്രമാണ്. അവനെ പോലും അത്ര രീതിക്ക് നന്നായി നടന്നുകൊണ്ടിരുന്ന അവനെ പോലും വഞ്ചിക്കാമെങ്കിൽ നിൻ്റെ കാര്യം വലിയ പറയാനുണ്ടോ? സൂക്ഷിച്ചും ഈ റിലേഷൻഷിപ്പ് ഒന്ന് കളിക്കാനുള്ളതല്ല, ഒന്ന് സൂക്ഷിച്ചും കണ്ടെടുത്തുക. ഏറ്റവും കൂടുതൽ ചതി നടക്കുന്ന റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഒന്ന് വളരെ ശ്രദ്ധിച്ച് ഒരാളെ തിരഞ്ഞെടുക്കുക. വളരെ ശ്രദ്ധിച്ചും കണ്ടും നോക്കിയാണ്. ഇനി സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും അപാകത കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ വിട്ടോളാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞോളാം. അതിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും.